ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ സുഹൃത്ത് നിസ്താർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ആദരണീയരായ സഹോദരന്മാർ, സഹോദരിമാർ, ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, അവരുടെ രക്ഷിതാക്കൾ, എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രപഞ്ചനാഥൻ നമുക്കെല്ലാവർക്കും രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഏറെ സന്തോഷകരമായ ചടങ്ങിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. നമുക്കിടയിൽ ഭിന്നശേഷിക്കാരായ നമ്മുടെ തന്നെ സഹോദരന്മാർ, സഹോദരിമാർ, സർവോപരി നമ്മളുടെ കുഞ്ഞുങ്ങൾ, അവർ നമുക്ക് മുമ്പാകെ കാഴ്ചവെക്കുന്ന കലാപ്രകടനങ്ങൾ കാണാനും ആസ്വദിക്കാനുമാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കണക്റ്റ എക്സിബിഷൻ്റെ വൈവിധ്യമാർന്ന പരിപാടികളിൽ ഭിന്നശേഷിക്കാരുടെ സംഗമവും അവരുടെ കലാപരിപാടികളും ഉൾപ്പെട്ടത് യാദൃച്ഛികമല്ല, വളരെ ബോധപൂർവമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ എക്സിബിഷൻ കണക്റ്റ മനുഷ്യജീവിതത്തിൻ്റെ 3 ബന്ധങ്ങളെക്കുറിച്ചാണ് പല രീതിയിൽ, പല ആവിഷ്കാരങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. അതിലാദ്യത്തെ ബന്ധം മനുഷ്യനും ദൈവവും തമ്മിലുള്ള, സൃഷ്ടാവും തമ്മിലുള്ള ബന്ധമാണ്. രണ്ടാമത്തെ ബന്ധം നമ്മൾ ഈ കഴിഞ്ഞുകൂടുന്ന, ജീവിച്ചു കൊണ്ടിരിക്കുന്ന മഹാപ്രപഞ്ചവുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചാണ്. മൂന്നാമത്തെ ബന്ധം മനുഷ്യർക്ക് മനുഷ്യരോടുള്ള ബന്ധങ്ങളെക്കുറിച്ചും ബാധ്യതയെക്കുറിച്ചുമാണ്. ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ ബാധ്യതകളാണ്, കടപ്പാടുകളാണ്. ഈ 3 ബന്ധങ്ങളെ, ഈ 3 കടപ്പാടുകളെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ തിരിച്ചറിയുകയും സന്തുലിതമായി അത് പ്രാവർത്തികമാക്കുകയും ചെയ്യലാണ് ഈ ജീവിതത്തിൻ്റെ മഹത്വമെന്ന്, മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നാണ് കണക്റ്റ എക്സിബിഷൻ പല രീതിയിൽ, പലതരം ആവിഷ്കാരങ്ങളിലൂടെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തെക്കുറിച്ച് ഈ യാഥാർത്ഥ്യം ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ, തിരിച്ചറിഞ്ഞാൽ, ഏറ്റവും മനോഹരവും ഏറ്റവും സംതൃപ്തിയും സമാധാനവുമുള്ള ജീവിതം നയിക്കാൻ അയാൾക്ക് കഴിയും. ജീവിതത്തെക്കുറിച്ച് ഈ യാഥാർത്ഥ്യം ഒരു സമൂഹത്തിന് ബോധ്യപ്പെട്ടാൽ, മനുഷ്യകുലത്തിന് ബോധ്യപ്പെട്ടാൽ, സന്തോഷവും സമാധാനവും സ്വസ്ഥതയുമുള്ള നാടും സമൂഹവും നാഗരികതയും
സ്വാഭാവികമായും നിലവിൽ വരും. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഈ 3 ബന്ധങ്ങളെക്കുറിച്ച്, കടപ്പാടുകളെക്കുറിച്ച് ബോധപൂർവമോ അല്ലാതെയോ ഉള്ള ധാരണയില്ലായ്മയാണ്, അതിൻ്റെ ലംഘനങ്ങളാണ് പലപ്പോഴും നമുക്കിടയിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു ഭിന്നശേഷി സംഗമം കൂടുതൽ ഈ ചടങ്ങിൽ പ്രസക്തമാകുന്നത്. ഈ ലോകം ആരുടേതാണ് എന്ന ഒരു ചോദ്യം നമ്മിൽ നിന്ന് ആരംഭിച്ച് അന്തർദേശീയ തലത്തിൽ വരെ ആലോചിക്കാവുന്നൊരു ചോദ്യമാണിത്. ആരുടേതാണ് ഈ ലോകം? ഈ ലോകം പലപ്പോഴും കയ്യൂക്കുള്ളവൻ്റെതാണ്. ഈ ലോകം പലപ്പോഴും തടിമിടുക്കുള്ളവൻ്റെതാണ്. ഈ ലോകം പലപ്പോഴും അധികാരമുള്ളവൻ്റെതാണ്. ഈ ലോകത്ത് ആരുടെ കാര്യങ്ങൾ പുലരുന്നു, ആരുടെ കാര്യങ്ങൾ സാധ്യമാകുന്നു എന്ന് ചോദിച്ചാൽ പല രീതിയിൽ പല ശേഷികൾ അധികമുള്ളവൻ്റെതാണ് പലപ്പോഴും ഈ ലോകം. അവരുടെ ആർത്തിയും അവരുടെ സ്വാർത്ഥതയും അവരുടെ ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ മാത്രമേ ലോകത്തിന് സമയമുള്ളൂ, ലോകത്തെ വിഭവങ്ങളുള്ളൂ. നമ്മൾ ആഗോളതലത്തിൽ തന്നെ നോക്കിയാൽ 80% വിഭവങ്ങൾ ആരുടെ കയ്യിലാണ്? ഈ മഹാഭൂമിയിലെ മനുഷ്യജീവിതത്തിന് ആവശ്യമായ 80% വിഭവങ്ങൾ ജനസംഖ്യയിലെ തുലോം തുച്ഛമായ മനുഷ്യരുടെ കയ്യിലാണ്. എന്നിട്ടും അവർക്ക് അവരുടെ ആവശ്യങ്ങളും അവരുടെ ആർത്തിയും അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനിയും പൂർത്തീകരിച്ച് തീർന്നിട്ടില്ലാത്ത അവരുടെ ആർത്തിക്കും സ്വാർത്ഥതക്കും വേണ്ടിയുള്ള കലഹങ്ങളും വഴക്കുകളുമാണ് നമ്മൾ ആഗോളതലത്തിൽ തന്നെ കാണുന്നത്. അതുകൊണ്ടാണ് അമേരിക്കക്ക് വെനിസ്വേലയിൽ അധിനിവേശം നടത്തേണ്ടി വരുന്നത്. പക്ഷെ ആരുടേതാണ് ഈ ലോകമെന്നത് നമ്മളെല്ലാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമുക്കിടയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടേതും മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളുടേതുമാണ് ഈ ലോകം. അവരെ പരിഗണിച്ചു, അവരെ പരിചരിച്ചു, അവരുടെ ആവശ്യങ്ങൾ കൂടി കണ്ടറിഞ്ഞ് നിർവഹിച്ചുമാണ് എല്ലാ മനുഷ്യരും ഇവിടെ ജീവിക്കേണ്ടത്. അവർക്ക് ശബ്ദമുണ്ടെങ്കിലും ശരി, അവർക്ക് കാഴ്ചയുണ്ടെങ്കിലും ശരി, അവർക്ക് കേൾവിയുണ്ടെങ്കിലും ശരി, അവർ മറ്റു മനുഷ്യരെ പോലെ നടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ഈ ലോകം, ഈ നാട്, ഈ ഭൂമി എല്ലാ മനുഷ്യരുടേതുമാണ്. അതിനെക്കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇർഹമു മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൻ്റെ ഒരു താളമായി മാറേണ്ടത് എന്താണ്? പ്രചോദനമായി മാറേണ്ടുന്ന ജീവിത വികാരം എന്താണ്? ആ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും ഓരോ സന്ദർഭങ്ങളെയും മുന്നോട്ട് നയിക്കേണ്ടുന്ന ചാലകശക്തി എന്താണ്? നിങ്ങൾ ഈ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കണം. കാരുണ്യമെന്ന വികാരം എന്താണ്? ദൈവത്തിൻ്റെ ഗുണങ്ങളിൽ, ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ്, അസ്തിത്വമാണ് കാരുണ്യമെന്ന് പ്രവാചകൻ പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കർമ്മങ്ങളൊക്കെയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനമുച്ചരിച്ച് ആരംഭിക്കണം. കാരണം ആ വചനത്തിൽ തന്നെ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് 2 വിശേഷണങ്ങൾ, 2 നാമങ്ങൾ ഉൾപ്പെടുന്നു എന്നതുകൂടിയാണ്. കാരുണ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജാഗ്രത കൊണ്ട്, നമ്മുടെ ഒരു കരുതൽ കൊണ്ട്, നമ്മുടെ ഒരു മുൻകൈയെടുക്കൽ കൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന അവസ്ഥയാണ് കാരുണ്യം. ആ അവസ്ഥയാണ് കാരുണ്യം.
നമ്മുടെ ഒരു മുൻകൈയെടുക്കൽ, നമ്മുടെ ഒരു കരുതൽ, നമ്മുടെ ഒരു ജാഗ്രത, നമ്മുടെ ഒരു ഇടപെടൽ, നമ്മുടെ ഒരു സംരക്ഷണം, അതുകൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തിലെ ചെറുതോ വലുതോ ആയ ജീവിതാവശ്യം പൂർത്തീകരിക്കപ്പെടുന്ന അവസ്ഥയാണ് കാരുണ്യം. ജീവിതത്തിൽ, ഈ ഭൂമിയിൽ മനുഷ്യ ജീവിതത്തിൻ്റെ താളം എന്താണ്, വികാരം എന്തായിരിക്കണം, പ്രചോദനം എന്തായിരിക്കണം എന്നത്, അതിനെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കണം. നമ്മുടെ ജാഗ്രതയുണ്ടാവണം, നമ്മുടെ ഒരു ഇടപെടലുണ്ടാവണം, നമ്മുടെ ഒരു മുൻകൈ ഉണ്ടാവണം. കാരണം ഈ ഭൂമിയിലെ മനുഷ്യർ വ്യത്യസ്ത രീതിയിലുള്ളവരാണ്. ഇന്ന സഅയക്കും ലശത്ത, പല രീതിയിലുള്ളവരാണ്, പല ശേഷിയുള്ളവരാണ്, പല ശേഷി കുറവുള്ളവരാണ്, പല വൈവിധ്യങ്ങളുള്ളവരാണ്. പരസ്പരം ഈ കാരുണ്യമെന്ന വികാരത്തിൽ വേണം നിങ്ങൾ ജീവിച്ചു പോകാൻ. അങ്ങനെ ജീവിക്കാൻ, അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ, ഈ കാരുണ്യമെന്ന വികാരം കാണിച്ചാൽ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഒരു നിത്യജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വകാര്യങ്ങളിലും ജീവിതത്തിൻ്റെ ഈ ഒരു വികാരം, ഈ ഒരു പ്രചോദനം ഉണ്ടാവുക എന്നത് വളരെയേറെ പ്രധാനമാണ്. കാരണം പൊതുവെ ലോകത്തിൻ്റെ ഒരു ഘടന, സമൂഹത്തിൻ്റെ തന്നെ ഒരു മനോഭാവം, അവരവൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോവുക, അർഹതയുള്ളത് അതിജീവിക്കട്ടെ എന്നാണ്. ഒരു സോഷ്യൽ ഡാർവിനിസമുണ്ട്. അർഹതയുള്ളത് അതിജീവിക്കട്ടെ. അർഹതയുള്ളത് മാത്രമല്ല അതിജീവിക്കേണ്ടത്. അർഹത എന്നത് മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, ഈ ഭൂമിയിൽ ജീവിതത്തിൻ്റെ സൗന്ദര്യങ്ങളും ജീവിതത്തിൻ്റെ സൗകര്യങ്ങളും ആസ്വദിക്കുവാൻ, സംതൃപ്തിയോടും സമാധാനത്തോടും കൂടി ഇവിടെ ജീവിക്കുവാൻ അവരിവിടെ മനുഷ്യരായി ജനിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടു തന്നെ അർഹതയുണ്ട്. അതാണ് അർഹത. എന്തിനാണ് നമ്മൾ മനുഷ്യരോട് കാരുണ്യം കാണിക്കണം എന്ന് ചോദിച്ചാൽ, അവരിവിടെ മനുഷ്യരായി ജനിച്ചിരിക്കുന്നു. കാരണം എല്ലാ മനുഷ്യരെയും പ്രപഞ്ചനാഥൻ ആദരിച്ചതാണ്. നേരത്തെ ഇവിടെ അധ്യക്ഷന്റെ സംസാരത്തിൽ ആ കാര്യം പറയുകയുണ്ടായി. ഏറ്റവും മനോഹരമായ ഘടനയിൽ സൃഷ്ടിക്കുകയും പ്രപഞ്ചത്തിൻ്റെ നാഥൻ തന്നെ, സൃഷ്ടാവ് തന്നെ, ഞാൻ ഈ വിഭാഗത്തെ ആദരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സവിശേഷമായ സൃഷ്ടിവർഗമാണ് മനുഷ്യൻ. അതുകൊണ്ട് ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൻ്റെ സന്തോഷവും ജീവിതത്തിൻ്റെ സൗന്ദര്യവും സംതൃപ്തിയും ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കുവാൻ അവസരമുണ്ടാവുക, സന്ദർഭമുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ ഈ പ്രയോജനവാദത്തിൻ്റെയും ഈ സോഷ്യൽ ഡാർവിനിസത്തിൻ്റെയും നമുക്ക് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത, അടങ്ങാത്ത ആർത്തിയുടെയും സ്വാർത്ഥതയുടെയും ഒരു ജീവിത ചക്രത്തിൽ നമ്മൾ പെട്ടുപോയാൽ സമൂഹത്തിൽ നമുക്കിടയിൽ ആരെയൊക്കെയാണ് പരിഗണിക്കേണ്ടത്, ആർക്കൊക്കെയാണ് വിഭവങ്ങൾ ലഭിക്കാത്തത്, ആർക്കൊക്കെയാണ് അവസരങ്ങൾ ലഭിക്കാത്തത്, ആർക്കൊക്കെയാണ് ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും സംതൃപ്തിയും സാഫല്യവും ലഭിക്കാത്തത്, ഇത് നമ്മൾ തിരിച്ചറിയാതെ പോകും. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുകയല്ല. നാം ദൈവത്തെക്കുറിച്ചും നാം മനുഷ്യനെക്കുറിച്ചും നാം പ്രപഞ്ചത്തെക്കുറിച്ചും അവക്കിടയിലുള്ള മനോഹരമായ ബന്ധത്തെക്കുറിച്ചും ആ ബന്ധങ്ങളും ബാധ്യതകളും എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ, കണക്ട് എക്സിബിഷൻ്റെ സന്ദർഭത്തിൽ, തീർച്ചയായും നമുക്കിടയിൽ നമ്മുടെ കൂടി കാരുണ്യം നിർബന്ധമായ, അത് നമ്മുടെ ബാധ്യതയായ നമ്മുടെ ഈ സഹോദരന്മാരെക്കുറിച്ച്, സഹോദരിമാരെക്കുറിച്ച് ആലോചിക്കുകയും സംസാരിക്കുകയും ചെയ്യുക. അവരെ നമ്മൾ കേൾക്കുക, അവരുടെ ആവിഷ്കാരങ്ങൾ നമ്മൾ ആസ്വദിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രവാചകൻ്റെ ഒരു ശിഷ്യൻ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം അന്ധനായിരുന്നു. പക്ഷേ പ്രവാചകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിനെ പ്രവാചകൻ തൻ്റെ ജീവിതത്തിലേക്ക് പല രീതിയിൽ ചേർത്ത് നിർത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും.
പ്രപഞ്ചനാഥൻ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തിരുത്തുന്ന സന്ദർഭങ്ങൾ അത്യപൂർവമായിട്ട് നമുക്ക് കാണാം. അത്തരമൊരു സന്ദർഭം ഉമ്മു മക്തൂമിനോടുള്ളൊരു സമീപനത്തിൽ പ്രവാചകൻ അല്പം വീഴ്ച സംഭവിച്ചു പോയ ഒരു സന്ദർഭമാണ്. ബോധപൂർവമായി സംഭവിച്ചതല്ല, കരുതിക്കൂട്ടി തീരുമാനിച്ച് ചെയ്തതല്ല. പക്ഷേ ഒരു സന്ദർഭത്തിൻ്റെ ഒരു ബഹളത്തിൽ പ്രവാചകന് ഈ അന്ധനായ മനുഷ്യനോട് ഒരൽപ്പം വേണ്ട രീതിയിൽ പരിഗണന ലഭിക്കാതെ പോയ ഒരു സന്ദർഭമുണ്ട്. എന്നെ പ്രവാചകൻ ശരിയാം വിധം പരിഗണിച്ചില്ലയോ എന്നൊരു പരിഭവം ഉമ്മു മക്തൂമിൻ്റെ മനസ്സിൽ ആ സമയത്ത് രൂപപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും പോലെ, എല്ലാ സന്ദർഭത്തിലും പരിഗണന കിട്ടുന്നത് പോലെ ഇന്നെന്നെ എന്തേ പ്രവാചകൻ പരിഗണിച്ചില്ല എന്നൊരു തോന്നൽ ഉമ്മു മക്തൂമിൻ്റെ മനസ്സിൽ അങ്കുരിക്കുന്നുണ്ട്. ആ മനസ്സിനെ പ്രവാചകനോട് പ്രപഞ്ചനാഥൻ പങ്കുവെക്കുകയാണ്. താങ്കൾ ഉമ്മു മക്തൂമിനോട് അങ്ങനെ ചെയ്തത് ശരിയായില്ലല്ലോ. പ്രവാചകനൊന്നും പറഞ്ഞിട്ടില്ല ഉമ്മു മക്തൂമിനോട്, പക്ഷെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ് ആ പറയുന്നത്. ആ ഉമ്മു മക്തൂമിനെ പ്രവാചകൻ മദീനയിലെ ഭരണ ചുമതല ഏൽപ്പിക്കുന്നതും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അങ്ങനെ നമുക്കിടയിൽ ജീവിക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ വേഗതയിൽ അതേ വേഗതയോടുകൂടി സഞ്ചരിക്കാൻ കഴിയാത്ത, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതേ വേഗതയോടുകൂടി ചെയ്യാൻ കഴിയാത്ത, പല രീതിയിൽ നമ്മുടെ കാരുണ്യം ആവശ്യമായ മനുഷ്യർ കൂടിയുള്ളതാണ് ഈ സമൂഹമെന്നും, നമ്മൾ അറിയുന്നതും നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ ആസ്വദിക്കുന്നതുമെല്ലാം അവർക്ക് കൂടി ഈ പ്രപഞ്ചനാഥൻ അവകാശപ്പെടുത്തിയതാണെന്നും അതവർക്ക് നിർവഹിക്കാൻ കഴിയുന്നു, അനുഭവിക്കാൻ കഴിയുന്നു എന്നത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണെന്നും ആ ബാധ്യത കൂടി പ്രപഞ്ചനാഥൻ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും എന്ന സന്ദേശമാണ് കണക്റ്റ എക്സിബിഷൻ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മനോഹരമായ, ഏറെ പ്രധാനമായ ഈ ചടങ്ങ് പ്രപഞ്ചനാഥൻ്റെ, കാരുണ്യവാനായ പ്രപഞ്ചനാഥൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.